നമസ്കാരം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് മറുപടിയായി ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം നടത്തുന്നു. അവിടെയുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലെ ജനവാസ മേഖലകളിലടക്കം ഇപ്പോൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മധ്യപൂർവേഷ്യയിലെ ഇപ്പോഴത്തെ സാഹചര്യം. സംഘർഷഭരിതമാണ്. ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. ഈ യുദ്ധ സാഹചര്യത്തിൽ നിരവധി വ്യാജ വാർത്തകളും പ്രചരണങ്ങളും ഒക്കെ നടക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ മാധ്യമങ്ങൾ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ യുദ്ധത്തെ ഉപയോഗിച്ചുകൊണ്ട് പൊലിപ്പിച്ച വാർത്തകൾ നൽകുന്നതായും വ്യാജ വാർത്തകൾ നൽകുന്നതായും ഒക്കെ വിലയിരുത്തിയത്. അതിനുശേഷം ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് വളരെ കൃത്യമായ മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ നൽകുകയും 4 ആഴ്ചത്തേക്ക് ടെലിവിഷൻ റേറ്റിംഗ് മരവിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് സാധാരണ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ മുൻകൈയെടുത്ത് നടത്തിയ വ്യാജ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് ഇറാൻ്റെ ഒരു യുദ്ധക്കപ്പൽ, അത് കഴിഞ്ഞ മാർച്ച് മാസം 4-ാം തീയതി അതീവ രഹസ്യമായി ഇന്ത്യ യുദ്ധക്കപ്പലിന് അഭയം നൽകിയിരുന്നു. മറ്റൊരു യുദ്ധക്കപ്പൽ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകാൻ മാത്രമാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു കപ്പൽ കൊച്ചി തുറമുഖത്തുണ്ട്, ഞങ്ങളതിന് മനുഷ്യത്വപരമായ അഭയം നൽകിയിട്ടുണ്ട് എന്ന കാര്യം പുറത്തു വിടുന്നത്. ആ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ക്യാമറയും തൂക്കി ഈ പടക്കപ്പൽ നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു ചെറിയ ബോട്ടിൽ പോവുകയും അതീവ സുരക്ഷാ മേഖലയിലേക്ക് അതിക്രമിച്ച് കടന്ന് രാജ്യത്തിൻ്റെ സുരക്ഷയെ പോലും അപകടമാക്കുന്ന രീതിയിൽ ആ വിദേശ കപ്പലിൻ്റെ ചിത്രങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്തു. ആ മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. 6ഓളം മാധ്യമപ്രവർത്തകരാണ് ഇത്തരത്തിൽ ദേശീയ രഹസ്യ നിയമം അനുസരിച്ച് അറസ്റ്റിലായിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ്. ആ വകുപ്പുകൾ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇറാൻ അനുകൂല കണ്ടന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ ആക്രമണത്തിന് ഇരയായ സ്ഥലങ്ങളുടെ ചിത്രങ്ങളും മറ്റും ഇൻ്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലൊക്കെ പല ആൾക്കാർക്കുമെതിരെ ബഹ്റൈനിലും UAE-യിലും സൗദിയിലുമൊക്കെ അവിടുത്തെ ഭരണകൂടങ്ങൾ കേസെടുത്തിട്ടുണ്ട്. ഇത് യുദ്ധവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ ഈ സാമൂഹ്യ വിരുദ്ധർ നടത്താറുമുണ്ട്. അത്തരത്തിൽ ഒരു പ്രചരണം കേരളമടക്കമുള്ള സ്ഥലങ്ങളിൽ നടന്നു വരികയാണ്. അത് മറ്റൊന്നുമല്ല, പാചകവാതക കണക്ഷൻ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം പാചകവാതകം ആവശ്യത്തിന് വീട്ടിൽ സംഭരിച്ചു വയ്ക്കണം. കാരണം വരും ദിവസങ്ങളിൽ ഗൾഫ് യുദ്ധം മുറുകുകയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തേക്കുള്ള പാചകവാതകത്തിൻ്റെ വരവ് നിലയ്ക്കും. ഇനി ഗ്യാസ് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇല്ലാത്തവർ റീഫില്ലിംഗ് എടുക്കുക. ഡബിൾ സിലിണ്ടർ ഇല്ലാത്ത ആളുകൾ 2ാമത്തെ സിലിണ്ടറിന് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ പാചകവാതകം വീട്ടിൽ സംഭരിച്ചു വയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ വോയിസ് ക്ലിപ്പുകളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അത്തരത്തിലൊരു വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ വിജയകുമാർ പാരോട്. ഇതിലിപ്പോൾ മെസ്സേജ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇതിലുള്ള എല്ലാവരും ഈ വീട്ടിൽ ഗ്യാസ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ എല്ലാവരും ഗ്യാസൊക്കെ വീട്ടിൽ നോക്കുക. ഇപ്പോൾ തീർന്നിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. ഗ്യാസ് ഏജൻസി നേരിട്ട് പോയിട്ടായാലും സിലിണ്ടർ എടുത്ത് വയ്ക്കുക. നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇനി ഒരു 7 ദിവസത്തിൽ കൂടി മാത്രമേ ഓൾ ഇന്ത്യ ഈ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഉള്ളൂ. കാരണം ഗ്യാസ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നില്ല, എല്ലാം ഗൾഫ് കൺട്രീസ് വരുന്നതാണ്. മറിച്ച് പെട്രോൾ ഡീസൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ വന്നിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് 30% മാത്രമേ ഗൾഫ് രാജ്യം വരുന്നുള്ളൂ. ബാക്കി എല്ലാം റഷ്യയിൽ നിന്നൊക്കെയാണ് മേടിക്കുന്നുണ്ട്. പെട്രോൾ ഡീസൽ ക്ഷാമം അത്ര രൂക്ഷമാവത്തില്ല. പക്ഷേ LPG ഗ്യാസ് ഇല്ല. ഇന്നലെ നമുക്ക് വൈകിട്ടുണ്ടായിരുന്ന വീഡിയോ കോൺഫറൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് 20 ദിവസത്തേക്ക് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും നമുക്ക് മീറ്റിംഗ് രാവിലെ ഉണ്ടായിരുന്നു. മിനിസ്റ്റർ പെട്രോളിയം സെക്രട്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇപ്പോൾ നോക്കുമ്പോൾ ഒരാഴ്ച കൂടി പറഞ്ഞാൽ 10-15 ദിവസത്തേക്ക് അകത്ത് വിൽക്കാനുള്ള ഗ്യാസ് മാത്രമേ ഇന്ത്യയിലുള്ളൂ. സിലിണ്ടർ ഇനി അങ്ങോട്ട് 3 ദിവസം കഴിഞ്ഞാൽ നിറയ്ക്കുന്നത് പോലും 14 കിലോ എന്നുള്ളത് 10 കിലോയ്ക്ക് നിറച്ച് വിടത്തുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ക്ഷാമമാവുകയാണ്. അപ്പോൾ ഇതിലുള്ള എല്ലാവരും ഗ്യാസൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ പരമാവധി സിലിണ്ടർ ഇപ്പോൾ നാളെയൊക്കെ ബുക്ക് ചെയ്തിട്ട് പോയി എടുത്ത് വയ്ക്കാനൊക്കെ ശ്രമിക്കുക. ഓക്കെ. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ പ്രധാനമായും വാട്സപ്പുകളിലൂടെ ഇങ്ങനെ പരക്കുകയാണ്. ഇത് കേട്ട് ആളുകൾ ഗ്യാസ് ഏജൻസിയിലേക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഗ്യാസ് ഏജൻസിയിലേക്ക് റീഫില്ലിങ്ങിനായി തിടുക്കപ്പെട്ട് പോകുന്നുണ്ട്. പരമാവധി ഗ്യാസ് വീട്ടിനകത്ത് സംഭരിച്ചു വയ്ക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇത് തിക്കും തിരക്കും ഉണ്ടാക്കുന്നു. സ്റ്റോക്ക് പെട്ടെന്ന് കാലിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അനാവശ്യമായി ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം സമൂഹത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത്തരം ആളുകൾ ഇങ്ങനെയുള്ള പ്രചരണം നടത്തുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മളിതെല്ലാം ഫോർവേഡ് ചെയ്യുകയും
ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ അടിയന്തരമായി വീടുകളിൽ പാചകവാതകം സംഭരിച്ച് വയ്ക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അടിയന്തരമായി നമ്മൾ അതിന് ശ്രമിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ആവശ്യമായ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന ഏതാണ്ട് 40% പാചകവാതകവും ഉൽപ്പാദിപ്പിക്കുന്നത് ആഭ്യന്തരമായി തന്നെയാണ്, ഇന്ത്യയിൽ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ശരിയാണ്, ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്, ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. 60% ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഇറക്കുമതിയുടെ ഏതാണ്ട് 85 മുതൽ 90% വരെ ഇപ്പോൾ സംഘർഷഭരിതമായിട്ടുള്ള സൗദി അറേബ്യ, ഖത്തർ ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു 10 വർഷം മുമ്പാണ് എങ്കിൽ വളരെ കുറച്ച് പാചകവാതക കണക്ഷനുകളെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് 30% ജനങ്ങൾക്ക് മാത്രമേ പാചകവാതക കണക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല. ഇപ്പോൾ ഏതാണ്ട് 100% ആളുകൾക്കും പാചകവാതകമായി കഴിഞ്ഞു. പാചകവാതകത്തെ മാത്രമായി പാചകത്തിനായി ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഇതിൽ ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഒരു വ്യാജ പ്രചരണം സൃഷ്ടിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. ഏതാണ്ട് 2024-25 വർഷത്തെ സാമ്പത്തിക വർഷത്തെ കണക്ക് പരിശോധിക്കുകയാണ് എങ്കിൽ ഇന്ത്യക്കാർ ആകെ ഉപയോഗിച്ച 33.15 MMT പാചകവാതകമാണ്. ഇതിൽ 12.8 MMT പാചകവാതകവും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്. ബാക്കിയുള്ളവ ഇറക്കുമതി ചെയ്തതാണ്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ പാചകവാതകത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. നിലവിൽ ഇന്ത്യയുടെ കമ്പനികളോട്, പാചകവാതകം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളോട് കൂടുതൽ ഉൽപ്പാദനം നടത്തുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇറക്കുമതിയിൽ ഇതുവരെ തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, സപ്ലൈ ചെയിൻ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചതുമായി ബന്ധപ്പെട്ട് കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഈ മേഖലയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി ഉണ്ടാകില്ല എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും സൗദിയിലും അതുപോലെ തന്നെ ഖത്തറിൽ നിന്നുമൊക്കെയുള്ള പാചകവാതകത്തിൻ്റെ വരവ് നിലച്ചാൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് അമേരിക്ക, കാനഡ, റഷ്യ മുതലായ രാജ്യങ്ങളിൽ നിന്നൊക്കെ വളരെ സുഗമമായി തന്നെ പാചകവാതകം ഇറക്കുമതി ചെയ്യാനും ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ പാചകവാതകത്തിന് വേണ്ടി യുദ്ധത്തിൻ്റെ പേരിൽ ധൃതി കൂട്ടേണ്ടതില്ല, ഏജൻസികളിലേക്ക് കൂട്ടമായി ചെല്ലേണ്ടതുമില്ല. ഒരു പ്രശ്നവും ഇപ്പോൾ പാചകവാതക വിതരണത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വിവരങ്ങൾ, അതായത് മുന്നറിയിപ്പുകളും ആവശ്യത്തിന് സംഭരിച്ചു വെച്ചുകൊള്ളുക എന്ന നിർദ്ദേശങ്ങൾ, ഇതൊക്കെ വരുന്നത് ഔദ്യോഗികമായ ഉറവിടങ്ങളിൽ നിന്നാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഈ അവസരത്തിൽ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഏവരും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.